ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കണമെന്ന ആവശ്യം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഹോസ്ദുർഗ് യൂണിറ്റ് സമ്മേളനം നടന്നു. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ നിയന്ത്രിക്കണമെന്നും വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും പ്രയാസമനുഭവിക്കുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിലെ ഗതാഗത പ്രയാസം ഒഴിവാക്കുന്നതിന് എത്രയും പെട്ടെന്ന് ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട് നടന്ന കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഹോസ്ദുർഗ് യൂണിറ്റ് സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു. ആലാമിപ്പള്ളി നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം സമിതി ജില്ലാ കമ്മിറ്റി അംഗം എ ശബരീഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതെല്ലാം തന്നെ വലിയ രീതിയിൽ നമ്മുടെ ഈ വ്യാപാര മേഖലയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, രാജ്യത്തിനകത്ത് സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ വ്യാപാര മേഖല അല്ലെ ചില്ലറ വ്യാപാര മേഖലയിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ്. കാർഷിക മേഖലയായിക്കോട്ടെ, കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അത് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ നമ്മുടെ വ്യാപാര മേഖലയിലെ ചെറുകിട മേഖലയായിക്കൊണ്ട് മറ്റു തരത്തിലേക്കുള്ള ഒരു നല്ലൊരു ഇടപെടൽ നടത്തിയാൽ മാത്രമേ അതെല്ലാം തന്നെ വിറ്റഴിക്കാൻ വേണ്ടി കഴിയൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായി തന്നെ നമുക്ക് ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ സംഘടനയെല്ലാം തന്നെ കൃത്യമായി ഇടപെട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ ആവിക്കര അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി സുകുമാരൻ, മുഹമ്മദ് മുറിയനാവി, കെ വി ദിനേശൻ, ടി സത്യൻ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ സി ബിനീഷ്, സോണിയ ജോസഫ്, പുഷ്പ കൊളവയൽ, പി പ്രഭാകരൻ, പി വി സുനിത, രാജേഷ് കുറുന്തൂർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി മനോജ് കരുവളം സ്വാഗതം പറഞ്ഞു. SSLC, +2 തുടങ്ങിയ വിവിധ പരീക്ഷകളിൽ വിജയികളായ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നിർധന കുടുംബത്തിന് വിദ്യാഭ്യാസ ധനസഹായവും നൽകി. വിവിധ കലാപരിപാടികളും നടന്നു. പ്രസിഡന്റായി സുനിൽ ആവിക്കര, വൈസ് പ്രസിഡന്റായി ബിനീഷ്, സെക്രട്ടറിയായി മനോജ് കരുവളം, ജോയിന്റ് സെക്രട്ടറിയായി സോണിയ ജോസഫ്, ട്രഷററായി പി പ്രഭാകരൻ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.